ഇട്ടാലും പായലും പൂപ്പലും ഒന്നും നമ്മുടെ വീട്ടിൽ പിടിക്കത്തില്ല. ഈ ഒരു സൂത്രം ഇത് തൂത്ത് കൊടുത്താൽ മാത്രം പെട്ടെന്ന് തന്നെ പായലും പൂപ്പലും എല്ലാം പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കുറച്ച് മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ മസാല എല്ലാം അടച്ച് പുരട്ടിയിട്ടായിരിക്കുമല്ലോ മീൻ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ പൊരിക്കുന്ന കൂടെ വെളുത്തുള്ളി അരച്ച് ചേർക്കാതെ ഇതേ രീതിയിൽ ഒന്ന് ചേർത്ത് നോക്കും. വളരെ നല്ല ടേസ്റ്റുമായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഈ മീൻ പൊരിച്ച മസാല എല്ലാം പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മീൻ ഇറക്കി വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ വെളുത്തുള്ളിക്കും ടേസ്റ്റ് ആയിരിക്കും. ആ വെളുത്തുള്ളിയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിൽ പിടിക്കുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു പറ ചോറ് പോലും അതിൻ്റെ മസാല കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അതിൻ്റെ അകത്തിട്ട് പച്ചമുളക് എല്ലാം അരച്ചാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നിൻ്റെ കൂടെ തന്നെ അരച്ചാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കുരുമുളകും ഉണ്ടെങ്കിൽ അതും അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പാനിലേക്ക് നല്ല എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പാം ഓയിൽ, സൺഫ്ലവർ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ്. അപ്പോൾ ആ നല്ല ഒന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഉഴുന്നുവട എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കൈ പൊള്ളാതെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉഴുന്നുവട എത്ര വേണമെങ്കിലും നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഗ്ലാസ് മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പാൽ കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു റബ്ബർ ബാൻഡ് കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നൂലാണേലും വെച്ചൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൈ പൊള്ളും. എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണ കയ്യിലേക്കൊക്കെ വീണ് കൈ പൊള്ളുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. തവിയിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഈസി ആയിട്ടാണ് ഇത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. പാൽ കവറോ എണ്ണ കവറോ നിങ്ങൾക്ക് എന്ത് കവർ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ഉഴുന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ഈ പാൽ കവറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ പൊള്ളത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര ഉഴുന്നുവട വേണേലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൈ പൊള്ളുമെന്ന് ആരും പേടിക്കേണ്ട. കണ്ടില്ലേ? ഇപ്പം ഞാൻ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് കണ്ട ഇങ്ങനെയൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മാത്രം മതി. ഉഴുന്നുവട അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉഴുന്നുവട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊള്ളാതെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഉഴുന്നുവട എല്ലാം നമ്മൾ ഒറ്റ ആ ഒരു ഗ്ലാസും ആ ഒരു പാൽ കവറും കൊണ്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമുക്കിപ്പോൾ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ ഇറച്ചിയും മീനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നല്ല എപ്പോഴും നമുക്കിത് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇറച്ചിയും മീനും ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതെന്നും ഫ്രഷ് ആയിട്ടിരിക്കാൻ, കുറേ നാളത്തേക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് മീനും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ ഈ കുറച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട്. ഈ ഇറച്ചി ഞാൻ ഫ്രീസറിൽ കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു ഇടത്തരം ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രീസറിൽ കയറുന്ന രീതിയിലുള്ളൊരു പാത്രം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടപ്പുള്ള പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. എൻ്റെ ബോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ്. ആ ഉപ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് ഇറച്ചിയോ മീനോ ഒക്കെ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാതെ തന്നെയാണ് വെക്കുന്നത്. അപ്പം നമുക്കിത് ഇതോടെ ചേർന്ന് ഉപ്പ് വിതറി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഇറച്ചി ഓരോന്നും എടുത്ത് നമുക്ക് പെറുക്കി അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം വെള്ളം ഒന്നും ഒഴിക്കരുത്. എന്നിട്ട് ഒരു അടപ്പുണ്ടെങ്കിൽ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി.
എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇത് ചള്ളാകാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മീനും വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെക്കുകയാണെങ്കിലും അതും എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 2 ടിപ്പുകളും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ ആദ്യം ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഞാൻ വെച്ച് കൊടുത്തത് കട്ട് ചെയ്തെടുത്തതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിരുന്ന് അത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കട്ട് ചെയ്തതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിട്ട് അടപ്പെടുത്ത് അടച്ചതിന് ശേഷം ഞാൻ ഫ്രീസറിൽ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ അന്ന് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ വെച്ച ഇതിൽ തന്നെ ഫ്രഷോട് കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇത് വീട്ടമ്മമാർക്കും നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഷുഗറുകാരുണ്ട്, കൊളസ്ട്രോളുകാരുണ്ട്, ഇവർക്കൊന്നും ചോറൊക്കെ ഉണ്ണാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ, ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ചോറ് കഴിക്കുക. അതുപോലെ തടി കൂടുന്നു, എല്ലാവർക്കും പരാതി ഉണ്ടല്ലോ, ചോറൊക്കെ കഴിക്കുമ്പോൾ ഇനി തടിയും കൂടില്ല, എത്ര ചോറ് കഴിച്ചാലും തടിയും കൂടില്ല. അത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കഴുകിയെടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ അത് 2-3 തവണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ചിരട്ട നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് തിളപ്പിച്ച് നമ്മൾ കഞ്ഞി വെന്ത് വടിക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും തടിയും കൂടില്ല. പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നമുക്കിപ്പം മഴക്കാലമായത് കാരണം ഈ നമ്മുടെ വീടിൻ്റെ അകം എല്ലാം ഇങ്ങനെ ഭിത്തി വരി വെള്ളം ഇറങ്ങി ഭിത്തിയുടെ സൈഡുകളിലെല്ലാം പൂപ്പല്, അതുപോലെ തന്നെ ഭയങ്കര പായലൊക്കെ ആണല്ലേ. നമ്മൾ ഈ മഴ തോരാത്ത കാരണം ഇങ്ങനെ പായൽ പിടിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പം പായലിന് പിടിക്കാതിരിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിൽ പായലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഇതുപോലെ ഭിത്തിയിലല്ല, ഇത് കണ്ടില്ലേ, പായൽ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പായൽ ഉണങ്ങി കഴിഞ്ഞാലും പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഈ പായലും അതുപോലെ തന്നെ പൂപ്പലും ഒക്കെ മാറാനുള്ള ഇതൊരു തുള്ളി മാത്രം മതി കേട്ടോ. ഇതുകൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി പായൽ ഫുള്ള് പോകുന്നതും ആ പൂപ്പൽ പോകുന്നതുമാണ്. പിന്നെ ഒരിക്കലും പായലും പൂപ്പലും അത് പിടിക്കത്തുമില്ല. അതിനായിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഭാഗം ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഇതുപോലൊരു കുടുവൻ തവിയാണ് എടുത്തിരിക്കുന്നത്. ആ തവിക്ക് നിറച്ച് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. അതുപോലെ തന്നെ 1/4 കപ്പോളം വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ കേട്ടോ. അടിപൊളി റിസൾട്ടാണ് വിനാഗിരി ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് തരുന്നത്. ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ മോപ്പ് കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചുക്കിലിക്കമ്പ് കാണുമല്ലോ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് ഒരു തുണി ചുറ്റി കൊടുക്കുക. അതിനുശേഷം ആ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്ത് നമ്മുടെ ആ പൂപ്പൽ പിടിച്ച ഭാഗമാണ് ഇത് കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടെ എല്ലാം പൂത്താണ്. വെളുത്ത് പാട് കണ്ട തട്ടായത് കാരണം ആ തട്ടിലെല്ലാം ആ പായൽ പിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു പൂപ്പൽ പോകുന്നതാണ് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു സൈഡിലെ പൂപ്പലെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ തട്ടിലും ഒക്കെ കയറി നമുക്ക് കൈ എത്താത്തത് കൊണ്ടാണ് ഈ മോപ്പ് കൊണ്ട് ചെയ്തത്. കൈ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ അത് തുണി കൊണ്ട് തുടച്ച് വിടാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആ മോപ്പും കൊണ്ട് അവിടെ എല്ലാം തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലെല്ലാം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പാല് പിടിച്ചത് എങ്ങനെയെന്ന് കളയാൻ നോക്കാം. ആ ഒരു സൊല്യൂഷൻ കുറച്ച് ആദ്യമേ ഒന്ന് ഒഴിച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം കൈകൊണ്ട് തൂക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് അത് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കൈകൊണ്ട് തൂക്കുമ്പോൾ അടന്ന് ആ പായൽ ഫുള്ള് നമ്മുടെ കൈ വരും കേട്ടോ. ഇതേ രീതിയിൽ അടന്ന് കൈ വരും. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഈ കമ്പി വെച്ചൊന്ന് ഉരച്ച് കഴുകാതെ, പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കാണില്ല, അതുകൊണ്ട് ഉരച്ച് കഴുകാതെ നമ്മുടെ ചകിരിയോ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ, അല്ലെങ്കിൽ ചൂല് കൊണ്ടാണ് ചുമ്മാ ഒന്ന് തൂത്ത് വിട്ടാൽ ഫുള്ള് പായലും അതിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം പെയിൻറ്റ് പോയിരിക്കുന്നത് കൊണ്ടാണ് ബ്ലാക്ക് കളറിലായിട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഞാൻ കൈ കൊണ്ട് പായൽ പിടിച്ചെല്ലാം കൈ കൊണ്ട് അപ്പടി ഒന്ന് ജസ്റ്റ് തൂത്തതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ആ വെള്ളം തന്നെ ഒഴിച്ചൊന്ന് കഴുകി കാണിക്കാം. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കും. നമ്മുടെ ഭിത്തി മഴയത്ത് എല്ലാ വീട്ടിലും പായൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഒരു തവണ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. കണ്ടപ്പോൾ ആ കറുത്തി കിടക്കുന്നതൊക്കെ അതിൻ്റെ ഇത് പോയതാണ്, പെയിൻറ്റ് പോയതിൻ്റെയാണ് കേട്ടോ. ആ ഭിത്തിയുടെ ആ സൈഡുകളിലെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ മുകൾ ഭാഗം ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. താഴ്ഭാഗം മുകൾ ഭാഗത്തും നല്ല
പായലായിരുന്നു. ഇപ്പോൾ താഴ്ഭാഗം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഒന്ന് നോക്കും, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.